ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദേ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്. ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിലെ 5-ാം അധ്യായം 22-ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് ക്ലാസ് ആരംഭിക്കുന്നു. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രൗവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയജുഹാവ പുത്രേതി തന്മയതയാ തർവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ചതുർത്ഥസ്കന്ധം 5-ാം അധ്യായം ശ്ലോകം 22. ആക്രമ്യോരഫിദക്ഷഫ്യാശിതധാരേണ ഹേതിനാം ഛിന്ദന്നപി തദുദ്ധർത്തും നാശക്നോത്രംബകസ്തദാം. ശിവനെ ശപിക്കുന്ന ദക്ഷനെ തൻ്റെ കണ്ണുകൊണ്ട് സൂക്ഷിച്ചു നോക്കി ആ ധിക്കാരത്തെ അറിഞ്ഞ വീരഭദ്രൻ ഭഗന്റെ അടുത്ത് ചെന്ന് ഇടിച്ച് ഭൂമിയെ താഴ്ത്തിയിട്ട് 2 കണ്ണും പറിച്ചെടുത്തു. എന്നിട്ട് പരമഗുരുവായി ശിവനെ ദക്ഷൻ ശപിക്കുമ്പോൾ പല്ല് പുറമെ കാട്ടിക്കൊണ്ട് ചിരിച്ചിരുന്ന് ആ പൂഷാവിനെ പല്ലും തല്ലി തകർത്തു. എന്നിങ്ങനെ അന്ന് ചെയ്തതിൻ്റെ ഒക്കെ വിപരീതം തിരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇനിയും ആക്രമിച്ചിട്ട് ഉരഫി മാരടത്തിൽ, ഉരഫി ആക്രമ്യ മാരടത്തിൽ കയ്യിൽ നിന്ന് ആക്രമിച്ചിട്ട് ആരുടെ? ദക്ഷന്റെ. വീരഭദ്രൻ ദക്ഷന്റെ മാറിൽ കയറി നിന്ന് ആക്രമിച്ചിട്ട് ശിതധാരേണ മൂർച്ചയുള്ള, ശിതമായ ധാരയോടും മൂർച്ചയുള്ള മുനയോട് കൂടിയ ഹേദിന ശസ്ത്രം കൊണ്ട്, ആയുധം കൊണ്ട്, ചിന്തൻ അഭി മുറിച്ചിട്ടും, തദുദ്ധർത്തും അത് ഉയർത്തിയെടുക്കുവാൻ നാശക്നോ കഴിഞ്ഞില്ല. ത്രംബക തത്. ഇവിടെ ത്രംബകനെയും വീരഭദ്രൻ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ശിവൻ എന്നുള്ളതിൻ്റെ വാക്കാണെങ്കിലും ശിവന്റെ ഭൂതഗണങ്ങളിൽ പ്രധാനപ്പെട്ട വീരഭദ്രനെയും ശിവനായിട്ട് തന്നെയാണ് കണ്ട് ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ ത്രംബക ശബ്ദത്തിന് വീരഭദ്രൻ എന്ന് തന്നെയാണ് അർത്ഥം. വീരഭദ്രൻ ദക്ഷന്റെ മാറിൽ കയറിയിരുന്ന മൂർച്ചയേറിയ ഒരു ശസ്ത്രം കൊണ്ട് കഴുത്ത് മുറിച്ച് വേർപെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അതിന് കഴിഞ്ഞില്ല. എത്ര മുറിച്ചിട്ടും കഴുത്ത് മുറിയുന്നില്ല. ആക്രമ്യോരഫിദക്ഷഫ്യാശിതധാരേണ ഹേതിനാം ചിന്തന്നപിതദുദ്ധർത്തും നാശക്നോത്രംബകസ്തദാം. ദക്ഷഫ്യ ഉരഫി ആക്രമ്യ ശിതധാരേണ ഹേതിനാം ചിന്തൻ അഭി തദുദ്ധർത്തും ത്രംബകഃ ന അശക്നോത്. ആക്രമ്യോരഫിദക്ഷഫ്യാശിതധാരേണ ഹേതിനാം ചിന്തന്നപി തദുദ്ധർത്തും നാശക്നോത്രംബകസ്തദാം. ആക്രമ്യോരഫിദക്ഷഫ്യാശിതധാരേണ ഹേതിനാം ചിന്തന്നപി തദുദ്ധർത്തും നാശക്നോത്രംബകസ്തദാം. ശസ്ത്രൈരസ്ത്രാന്വിതൈരേവം അനിർഭിന്നത്വചം ഹരാം വിസ്മയം പരമാപന്നോ ദധ്യോ പശുപതിശ്ചിരം. ശസ്ത്രൈഃ അസ്ത്രാന്വിതൈഃ ഏവം അനിർഭിന്നത്വചം ഹരഃ. ശസ്ത്രങ്ങൾ കൊണ്ടും അസ്ത്രങ്ങളോട് കൂടിയ ആയുധത്താൽ, അസ്ത്രാന്വിതൈഃ ശസ്ത്രൈഃ ഏവം ഇങ്ങനെ, അനിർഭിന്നത്വചം തൊലി മുറിക്കാൻ പറ്റാതായിട്ട്, അനിർഭിന്നം വേർപെടുത്താനാവാത്ത, അനിർഭിന്നത്വചം ത്വക്ക് തൊലി മുറിച്ച് വേർപെടുത്താനാവാത്തത് കണ്ടിട്ട് ഹരഹാം വിസ്മയം പരമാപന്നോ
അത്ഭുതം പ്രാപിച്ചിട്ട് ചിരം പശുപതി ദധ്യൗ. ആ അത്യാശ്ചര്യത്തെ കണ്ടിട്ട് പശുപതി ഹരഹ, പശുപതിയെ പ്രാപിച്ചിരിക്കുന്ന ശിവൻ അല്ലെങ്കിൽ വീരഭദ്രൻ ചിരം ദധ്യൗ കുറെ നേരം ധ്യാനിച്ചിരുന്നു. കാരണം തൻ്റെ കഴിവുകളൊന്നും അവിടെ ഫലിക്കുന്നില്ല. കഴുത്ത് മുറിച്ചെങ്കിലല്ലേ ദക്ഷന് കഴുത്ത് വേർപെടുത്തിയിടാൻ പറ്റുന്നുള്ളൂ, പറ്റുന്നില്ല. തനിക്ക് കിട്ടാവുന്ന ആയുധം കൊണ്ടൊക്കെ മുറിച്ച് നോക്കിയിട്ട് തൊലി മുറിയുന്നില്ല. ഇത് കണ്ടപ്പോൾ ശിവന്റെ തന്നെ സ്വരൂപമായ വീരഭദ്രൻ അല്പസമയം ധ്യാനിച്ചു, ചിന്തയിൽ മുഴുകിയിരുന്നു എന്നർത്ഥം. ശസ്ത്രൈരസ്ത്രാന്വിതേരേവം അനിർഭിന്നത്വചം ഹരാം വിസ്മയം പരമാപന്നോ ദധ്യോ പശുപതിശ്ചിരം. അസ്ത്രാന്വിതൈഃ ശസ്ത്രൈഃ ഏവം അനിർഭിന്നത്വചം പരം വിസ്മയം ആപന്നഃ പശുപതിഃ ഹരഹാം ചിരം ദധ്യൗ. ശസ്ത്രൈരസ്ത്രാന്വിതൈരേവം അനിർഭിന്നത്വചം ഹരാം വിസ്മയം പരമാപന്നോ ദധ്യോ പശുപതിശ്ചിരം. ശസ്ത്രൈരസ്ത്രാന്വിതൈരേവം അനിർഭിന്നത്വചം ഹരാം വിസ്മയം പരമാപന്നോ ദധ്യോ പശുപതിശ്ചിരം. ദൃഷ്ട്വാ സംജ്ഞപനം യോഗം പശൂനാം സപതിർമഖേ യജമാനപശോ കഫ്യ കായാത്തേനാഹരച്ഛിരം. ദൃഷ്ട്വാ കണ്ടിട്ട്, സംജ്ഞപനം എന്ന് പറയുന്ന ഒരു പ്രത്യേക സാങ്കേതിക സംജ്ഞയാണ്. അതായത് കഴുത്ത് ഇങ്ങനെ പിടിച്ച് ഞെരിച്ച് ഒടിച്ചെടുക്കുക. അതിൻ്റെ പേരാണ് സംജ്ഞപനം എന്ന്. അങ്ങനെ പിരിച്ച് ഒടിച്ചെടുക്കുന്ന പ്രവൃത്തിക്കാണ് സംജ്ഞപനം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സംജ്ഞപനം യോഗം, സംജ്ഞപനം എന്ന ഈ യോഗത്തെ, ഈ ഉപായത്തെ പശൂനാം സ്വപതിഃ മഖേ, പശുക്കളുടെ പതിയായ ആ വീരഭദ്രൻ മഖേ യജ്ഞത്തിൽ യജമാന പശോഹോ, യജമാന പശുവായിരിക്കുന്ന കഫ്യ എന്ന് വെച്ചാൽ ദക്ഷഫ്യ. അവിടെ കശബ്ദത്തിനൊക്കെ ഇവിടെ ദക്ഷൻ ദക്ഷൻ എന്നാണ്. കഫ്യ എന്നുള്ള ഷഷ്ടി വന്നിട്ട് ആരുടെ എന്ന് വേണമെങ്കിൽ ഒരു വാക്കാവാം, പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ കഫ്യ എന്ന് വെച്ചാൽ ദക്ഷഫ്യ. കായാത് തേന അഹരച്ഛിര, കായാത്തേനാഹരച്ഛിര, കായാത് തേന അഹരത് ശിര. കായാത് ശരീരത്തിൽ നിന്നും, തേന അവനാൽ, അഹരത് മാറ്റിയെടുത്തു, ശിരഹ ശിരസ്. അവസാനം ആയുധം കൊണ്ട് പറ്റില്ല എന്ന് കണ്ടപ്പോൾ കൈകൊണ്ട് കഴുത്ത് വിരിച്ച് ഞെരിച്ച് ഒടിച്ച് പിഴുതു മാറ്റി വെച്ചു. സകല ജീവജാലങ്ങളുടെയും പതിയായിരിക്കുന്ന വീരഭദ്രൻ, ശിവന്റെ അംശമായ വീരഭദ്രൻ ധ്യാനം കൊണ്ട് കണ്ടെത്തിയതാണ് യജ്ഞത്തിൽ യാഗപശുവിനെ കൊല്ലാറില്ല, സംഹരിക്കാറില്ല, ആയുധം കൊണ്ട് കൊല്ലില്ല. പക്ഷെ ശിരസിനെ തിരിച്ചു കൊല്ലുകയാണ് എന്നുള്ള സമ്പ്രദായം കണ്ടിട്ട് യജമാനനാകുന്ന ദക്ഷനെ ഈ യാഗത്തിൽ പശുവാക്കി സങ്കല്പിച്ചു വീരഭദ്രൻ. എന്നിട്ട് കണ്ഠനിഷ്പീഡനം ചെയ്തു, കഴുത്തിനെ ഒടിച്ച് ചതച്ചെടുത്തു, ശരീരത്തിൽ നിന്നും അങ്ങനെ കഴുത്തിനെ വേർപെടുത്തി. ഇങ്ങനെയാണ് വീരഭദ്രൻ ദക്ഷനെ സംഹരിക്കുന്നത്, ആയുധം കൊണ്ടല്ല. നമ്മളൊക്കെ ഇങ്ങനെ സ്ഥിരം കേട്ട് പരിചയിച്ച ആയുധം കൊണ്ട് കഴുത്ത് മുറിച്ച് മാറ്റി എന്നൊക്കെ കേൾക്കുന്നതായിരുന്നു. ഭാഗവതം വിസ്തരിച്ച് പഠിച്ചു വരുമ്പോഴാണ് അറിയുന്നത് അങ്ങനെയല്ല എന്നുള്ള കാര്യം. ദൃഷ്ട്വാ സംജ്ഞപനം യോഗം പശൂനാം സപതിർമഖേ യജമാനവശോ കഫ്യകായാത്തേനാഹരച്ഛിരാം. പശൂനാം പതിഃ സഹാം മഖേ സംജ്ഞപനം ദൃഷ്ട്വാ യജമാനപശോഃ കായാത് ശിരഃ
തേന അഹരത് ദൃഷ്ട്വാ സംജ്ഞപനം യോഗം പശൂനാം സ്വപതിർമഖേ യജമാനവശോ കഫ്യകായാത്തേനാഹരച്ഛിരാം ദൃഷ്ട്വാ സംജ്ഞപനം യോഗം പശൂനാം സ്വപതിർമഖേ യജമാനപശോ കഫ്യകായാത്തേനാഹരച്ഛിരാം സാധുവാദസ്തദാ തേഷാം കർമ്മ തത്തസ്യ സംശ്യതാം ഭൂതപ്രേതപിശാചാനാം അന്വേഷം തദ്വിപര്യം. സാധുവാദഃ തദാ. നന്നായി 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 എന്നുള്ള വാക്കാണ് സാധുവാദം. ആ സാധുവാദഃ തദാ അപ്പോൾ തേഷാം അവരുടെ കർമ്മ തേഷാം കർമ്മ തത് തഫ്യ. അപ്പൊ തഫ്യ തത്കർമ്മ അവന്റെ ആ കർമ്മം ശംസതാം സ്തുതിക്കുന്ന പ്രശംസിക്കുന്ന തഫ്യ തത്കർമ്മ ശംസതാം അവന്റെ ആ കർമ്മത്തെ പ്രശംസിക്കുന്ന ഭൂതപ്രേതപിശാചാനാം അന്യേഷാം തദ്വിപര്യ. ആ വീരഭദ്രന്റെ ആ കർമ്മത്തെ പ്രശംസിക്കുന്ന സാധുവാദ. അപ്പൊ വീരഭദ്രൻ ചെയ്ത പ്രവൃത്തി നന്നായിരിക്കുന്നു എന്ന് അവിടെ കൂടിയിരുന്ന ഒട്ടുമുക്കാലും ആൾക്കാർ ഉറക്ക വിളിച്ചു പറഞ്ഞു. നന്നായി നന്നായി നന്നായി, ഭേഷ് ഭേഷ്, വെരി ഗുഡ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ സാധുവാദം അവന്റെ പ്രശംസനീയമായ ആ കർമ്മത്തെ കണ്ടിട്ട് അവിടെ കൂടിയിരിക്കുന്ന ഭൂതപ്രേത പിശാചുക്കളുടെ സാധുവാദം, ഭൂതപ്രേത പിശാചാനാം സാധുവാദ അന്വേഷാം ഇതരന്മാരുടെ തദ്വിപര്യ അതിന് വിപരീതവുമായി തഥാ ജാത അപ്പോഴുണ്ടായി. ഭൂതപ്രേത പിശാചുക്കൾ നന്നായി എന്ന് വാദം ചെയ്തു. ദക്ഷന്റെ ആൾക്കാരാണെങ്കിൽ അത് നന്നായി എന്ന് പറഞ്ഞില്ല, ശരിയായില്ല ശരിയായില്ല എന്നാണ് പറഞ്ഞത്. തദ് വിപര്യ. ഭൂതപ്രേത പിശാചുക്കൾ ശിവന്റെ ആൾക്കാരാണ്. അവരെല്ലാവരും കൂടി ഈ വീരഭദ്രന്റെ പ്രവൃത്തി ഭരി ഭേഷ് നന്നായി എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ദക്ഷന്റെ ആൾക്കാർക്ക് തദ് വിപര്യ അതിന്റെ വിപരീതമാണ്. നന്നായി എന്നല്ല, നന്നായില്ല, ഇത് ശരിയായില്ല എന്നാണ് അവർക്ക് പറയാൻ പറ്റിയത്. സാധുവാദസ്തദാദേശം കർമ്മതത്തഫ്യ സംഭൃതം ഭൂതപ്രേതപിശാചാനാം അന്വേഷം തദ്വിപര്യം. തഫ്യ തത്കർമ്മ ശംസതാം തേഷാം ഭൂതപ്രേതപിശാചാനാം സാധുവാദഃ അന്യേഷം തദ്വിപര്യ തദാ ജാതഃ. സാധുവാദസ്തദാ തേഷാം കർമ്മ തത്തഫ്യ സംഭൃതം ഭൂതപ്രേതപിശാചാനാം അന്വേഷം തദ്വിപര്യം. സാധുവാദസ്തദാ തേഷാം കർമ്മ തത്തഫ്യ സംഭൃതം ഭൂതപ്രേതപിശാചാനാം അന്വേഷം തദ്വിപര്യം. ജുഹാവൈതച്ഛിരസ്തസ്മിൻ ദക്ഷിണാഗ്നാവമർഷിതാം തദ്ദേവയജനം ദഗ്ധ്വാ പ്രാതിഷ്ഠത് ഗുഹ്യകാലയം. ജുഹാവ ഹോമിച്ചു. ഏതത് ശിരഃ തസ്മിൻ ദക്ഷിണാഗ്നൗ അമർഷിതഃ. ജുഹാവൈതച്ഛിരസ്തസ്മിൻ ദക്ഷിണാഗ്നൗ അമർഷിതഃ. ജുഹാവ ഏതത് ശിരഃ. ജുഹാവൈതച്ഛിരഃ. ജുഹാവ ഹോമിച്ചു. ഏതത് ശിരഃ ആ പിഴുതെടുത്ത ദക്ഷന്റെ ശിരസ് ഹോമിച്ചു. തസ്മിൻ അതിൽ, ഏതിൽ? ദക്ഷിണാഗ്നൗ. ആഹവനീയം, രാഘവത്യം, ദാക്ഷിണാത്യം എന്ന് 3 തരത്തിലുള്ള അഗ്നികുണ്ഡങ്ങളാണ് യജ്ഞശാലയെ ജ്വലിച്ച് കത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിൽ ആഭിചാരാദികളായ ദോഷങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കുണ്ഡമാണ് ദക്ഷിണാഗ്നി. ആ ദക്ഷിണാഗ്നിയിൽ അമർഷിത, അമർഷത്തോടു കൂടിയതിനായിട്ട്, അത്യധികമായ അമർഷത്തോടെ ആ എടുത്ത
ആ ശിരഫ് ദക്ഷിണാഗ്നിയിലേക്ക് ഹോമിച്ചു. തദ്ദേവയജനം ദഗ്ധ്വാ, അങ്ങനെ ആ ദേവയജനത്തെ ദഹിപ്പിച്ചിട്ട് പ്രാതിഷ്ഠത് ഗുഹ്യകാലയം, ഗുഹ്യകൻ യക്ഷന്റെ പേരാണ്. ഗുഹ്യകാലയം എന്ന് വെച്ചാൽ കൈലാസം എന്നർത്ഥം. ദക്ഷന്റെ ആലയം, യക്ഷന്മാരുടെ ആലയം കൈലാസമാണ്. ആ കൈലാസത്തിലേക്ക് പ്രാതിഷ്ഠത പുറപ്പെട്ടു എന്നത്. ശിവനെ അവമാനിച്ചു എന്നുള്ളത് കൊണ്ട് ദക്ഷനോട് ഏറ്റവും അധികം കോപിച്ചിരിക്കുന്ന വീരഭദ്രൻ പിഴുതെടുത്ത ദക്ഷന്റെ ശിരസ് ദക്ഷിണാഗ്നിയിൽ ഹോമിച്ചതിന് ശേഷം ആ യാഗശാല തീയിട്ട് ദഹിപ്പിച്ചു. എന്നിട്ട് പരമശിവന്റെ ആജ്ഞ പാലിച്ചു കഴിഞ്ഞ് ചാരിതാർത്ഥ്യത്തോടെ കൈലാസത്തിലേക്ക് തിരിച്ച് പരമശിവനെ കാണാൻ പോവുകയും ചെയ്തു. യുഹാവൈതച്ഛിരസ്തസ്മിൻ ദക്ഷിണാഗ്നാമർഷിതാം തദ്ദേവയജനം ദഗ്ധ്വാ പ്രാതിഷ്ഠത് ഗുഹ്യകാലയം. ഏതത് ശിരഹാം തസ്മിൻ ദക്ഷിണാഗ്നൗ അമർഷിതഃ യുഹാവ. യുഹാവൈതച്ഛിരസ്തസ്മിൻ ദക്ഷിണാഗ്നാവമർഷിതഃ. ഏതത് ശിരഹാം തസ്മിൻ ദക്ഷിണാഗ്നൗ അമർഷിതഃ യുഹാവ. തത് ദേവയജനം ദഗ്ധ്വാ ഗുഹ്യകാലയം പ്രാതിഷ്ഠത്. തദ്ദേവയജനം ദഗ്ധ്വാ പ്രാതിഷ്ഠത് ഗുഹ്യകാലയം. യുഹാവൈതച്ഛിരസ്തസ്മിൻ ദക്ഷിണാഗ്നാവമർഷിതാം തദ്ദേവയജനം ദഗ്ധ്വാ പ്രാതിഷ്ഠത് ഗുഹ്യകാലയം. യുഹാവൈതച്ഛിരസ്തസ്മിൻ ദക്ഷിണാഗ്നാവമർഷിതാം തദ്ദേവയജനം ദഗ്ധ്വാ പ്രാതിഷ്ഠത് ഗുഹ്യകാലയം. അങ്ങനെ ദക്ഷന്റെ യജ്ഞശാല മുഴുവൻ നശിപ്പിച്ച് തീയിട്ട് ദക്ഷനെയും നിഗ്രഹിച്ചു. ഈ വാർത്ത പറയാൻ വേണ്ടി, ദക്ഷയാഗത്തിൻ്റെ പരിസമാപ്തി അറിയിക്കാൻ വേണ്ടി വീരഭദ്രൻ കൈലാസത്തിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞുകൊണ്ട് ആ 5-ാമത്തെ അധ്യായം അവിടെ ഉപസംഹരിച്ചു. നമുക്കിനി 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. മൈത്രേയ ഉവാചാം അഥ ദേവഗണാ സർവേ രുദ്രാനീകൈ പരാജിതാ ശൂലപട്ടിശനിസ്ത്രംശ ഗദാ പരിഖമുദ്ഗരൈ സംഛിന്ന ഭിന്ന സർവാംഗാ ഭയാകുലാഹം. അരമണിക്കൂർ കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? ക്ലാസ്സിലാണ്. പത്ത് കഴിഞ്ഞു. 10. അഥ ദേവഗണാഹ സർവേ, അനന്തരം എല്ലാ ദേവഗണങ്ങളും രുദ്ര അനീകൈഹി, ശിവന്റെ സൈന്യങ്ങൾ, അനീകമത്തെ സൈന്യം, രുദ്രാനീകൈഹി, ശിവന്റെ സൈന്യങ്ങളാൽ പരാജിതരായി. ശൂല പട്ടിശ നിസ്ത്രംശ ഗദ പരിഖ മുദ്ഗരഹി, ആയുധങ്ങളുടെ പേരാണിതെല്ലാം. ശൂലം, പട്ടിശം, നിസ്ത്രംശ ആയ ഗദ, പരിഖം, മുദ്ഗരം എന്നിങ്ങനെയുള്ള ശൂലം, പട്ടിശം, വാള്, ഗദ, പരിഖം, മുദ്ഗരം എന്ന പലവിധ ആയുധങ്ങൾ ഏറ്റിട്ട് മുറിഞ്ഞു തകർന്നിരിക്കുന്ന അവയവങ്ങളോടുകൂടി സംഛിന്ന ഭിന്ന സർവാംഗ, എല്ലാ അംഗങ്ങളും മുറിഞ്ഞ കഷ്ണങ്ങളായി മാറിയിട്ട് ഭയാകുലാഹ, ഋത്വിക്ക് ആയിരിക്കുന്ന സഭാവാസികൾ ഭയാകുലരായിട്ട് സ്വയംഭുവേ നമസ്കൃത്യ, ബ്രഹ്മാവിനെ നമസ്കരിച്ചിട്ട് കാൽസ്നേന ഏതന്യവേദേ, ഈ സംഭവം മുഴുവനും അറിയിച്ചു. കാൽസ്നേന, കൃഷ്ണമായിട്ട്, സമ്പൂർണമായിട്ട്. കാൽസ്നേന ഏതത്, ഇത്, ന്യവേദേത്, അറിയിച്ചു. രുദ്രസൈന്യങ്ങളാൽ തോൽപ്പിക്കപ്പെട്ട ഈ ദേവന്മാരൊക്കെ, കാരണം ദേവന്മാരൊക്കെ യജ്ഞത്തിൽ പങ്കെടുത്തവരാണ്, ആ ദേവഗണങ്ങൾ എല്ലാവരും പരമശിവന്റെ
സൈന്യങ്ങളാൽ ഭൂതഗണങ്ങളാൽ പരാജിതരായി പലവിധ ആയുധങ്ങൾ കൊണ്ട് മുറിവേറ്റു. ശൂലപട്ടിശനിസ്തംശ ഗദാ പരിഖമുദ്ഗരങ്ങളെ കൊണ്ട് സംഛിന്ന ഭിന്ന സർവാംഗാഹ, എല്ലാ അംഗങ്ങളും ഛന്ന ഭിന്നമായി. ഋത്വിക്ക് ആദികളായ സഭാവാസികളൊക്കെ ഭയാകുലാഹ, പേടിച്ചു വിറച്ചു. എന്നിട്ട് എല്ലാവരും ഓടി സത്യലോകത്തെത്തി ബ്രഹ്മാവിനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് അറിയിച്ചു. ബ്രഹ്മാവിൻ്റെ പുത്രനാണല്ലോ ദക്ഷൻ. ദക്ഷൻ എന്ത് ചെയ്തു? മരിച്ചുപോയി എന്നല്ല, ദക്ഷനെ കൊലപ്പെടുത്തി ശിരസെടുത്ത് അഗ്നിയിൽ ഹോമിച്ച് ആ ഹോമകുണ്ടവും ആ വേദി മുഴുവൻ കത്തി നശിപ്പിച്ചു കളയുന്ന വാർത്തകളൊക്കെ ചെന്ന് അറിയിച്ചു. അധദേവഗണാ സർവേ രുദ്രാനീകൈ പരാജിതാം ശൂലപട്ടിശനിസ്തംശ ഗദാ പരിഖമുദ്ഗരേ സംഛിന്ന ഭിന്ന സർവാംഗാഹ ഭയാകുലാം സ്വയംഭുവേ നമസ്കൃത്യാകാസ്നേനേതന്യവേദയൻ. രുദ്രാനീകൈഃ ശൂലപട്ടിശനിസ്തംശഗദാ പരിഖമുദ്ഗരൈഃ സംഛിന്ന ഭിന്ന സർവാംഗാഃ പരാജിതാഃ സർവേ ദേവഗണാഃ സത്വിക്സഭ്യാഃ ഭയാകുലാഃ സ്വയംഭുവേ നമസ്കൃത്യ കാൽസ്നേന ഏതജ്ഞവേദേ. അഥ ദേവഗണാ സർവേ രുദ്രാനീകൈ പരാജിതാം ശൂലപട്ടിശനിസ്തംശാ ഗദാ പരിഖമുദ്ഗരേ സംഛിന്ന ഭിന്ന സർവാംഗാഃ സത്വിക്സഭ്യാ ഭയാകുലാം സ്വയംഭുവേ നമസ്കൃത്യ കാൽസ്നേനേതന്യവേദയൻ. അഥ ദേവഗണാ സർവേ രുദ്രാനീകൈ പരാജിതാം ശൂലപട്ടിശനിസ്തംശ ഗദാ പരിഖമുദ്ഗരേ സംഛിന്ന ഭിന്ന സർവാംഗാഃ സത്വിക്സഭ്യാ ഭയാകുലാം സ്വയംഭുവേ നമസ്കൃത്യ കാസ്നേനേതന്യവേദയത്. ഉപലഭ്യ പുരൈവേദൻ ഭഗവാനബ്ജസംഭവാം നാരായണശ്ച വിശ്വാത്മാ ന കഫ്യാധ്വരമീയതോ. ഉപലഭ്യ, കിട്ടിയിട്ട്, ലഭിച്ചിട്ട്, പുരാ ഏവ ഏതത് പുരൈവേദത്, ഇവര് ചെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം കിട്ടി. ആർക്ക്? ബ്രഹ്മാവിന്. ഉപലഭ്യ പുരാ ഏവ ഏതത് പുരൈവേദത്, മുമ്പ് തന്നെ. ഭഗവാൻ അദ്യസംഭവ, അദ്യസംഭവനായ താമരയിലുണ്ടായവനായ ബ്രഹ്മദേവൻ, നാരായണശ്ച വിഷ്ണുവും, വിശ്വാത്മാവായ വിഷ്ണുവും, ന കഫ്യ അധ്വരം ഈയതുഹു, കഫ്യ അധ്വരം ന ഈയതുഹു. കഫ്യ എന്ന് വെച്ചാൽ ദക്ഷന്റെ. എപ്പോഴും ഇവിടെ കശബ്ദം കൊണ്ട് ദക്ഷിണം ഞാൻ പറഞ്ഞിരുന്നു. കഫ്യ അധ്വരം, ദക്ഷന്റെ യാഗശാലയിലേക്ക് ന ഈയതുഹു, പോയില്ല. അധ്വരം ഈയതുഹു എന്നാണ്. അധ്വരമീയതു എന്ന് മാ കാണുന്നത്. അധ്വരം എന്ന് സന്ധി പിരിക്കുമ്പോൾ മകാരം മാറിയിട്ട് ഈയതു വരുന്നതാണ്. അപ്പൊ കഫ്യ അധ്വരം ന ഈയതുഹു. ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് ബ്രഹ്മാവ് ആ യജ്ഞശാലയിലേക്ക് പോയില്ല. പോകാഞ്ഞത് രുദ്രന്റെ കിട്ടേണ്ടതായ യജ്ഞഭാഗത്തെ അവിടെ കൊടുത്തില്ല. ഏത് യജ്ഞത്തിനും രുദ്രനൊരു ഭാഗമുള്ളതാണ്. അത് സമർപ്പിക്കാത്ത യാഗം നടത്തുന്നവർക്ക് നാശം നേരിടും എന്ന് ബ്രഹ്മാവിനും അറിയാം, വിഷ്ണുവും അറിയാം. അതുകൊണ്ട് ഇത് നേരിട്ട് എന്ന് കാണാൻ പോകണ്ട എന്ന് കരുതി അവർ പോയില്ല. ഈ സംഭവം അറിഞ്ഞിട്ടും അവർ പോയില്ല. ദക്ഷയാഗത്തിലേക്ക് ഇവരാരും എത്തിയിരുന്നില്ല. ഉപലഭ്യപുരൈവേദത് ഭഗവാനബ്ജസംഭവാം നാരായണശ്ച വിശ്വാത്മാ ന കഫ്യാധ്വരമീയതു. ഭഗവാൻ അബ്ജസംഭവ,
വിശ്വാത്മാ നാരായണഃ ച പുരാ ഏവ ഏതദുപലഭ്യ കഫ്യ അധ്വരം നയ്യതു ഉപലഭ്യ പുരൈവേതത് ഭഗവാനപ്യസംഭവാം നാരായണശ്ച വിശ്വാത്മാ ന കഫ്യാധ്വരമീയതു ഉപലഭ്യ പുരൈവേതത് ഭഗവാനപ്യസംഭവാം നാരായണശ്ച വിശ്വാത്മാ ന കഫ്യാധ്വരമീയതു തദാകർണ വിഭുപ്രാഹ തേജീയഫി കൃതാഗഫീം ക്ഷേമായ തത്ര അഭൂയാൻ ന പ്രായേണ ബുഭൂഷതം. വിഭുഃ തത് ആകർണ്യ, വിഭുവായ ബ്രഹ്മാവ്, പലതരത്തിൽ സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവ്, തദാകർണ്യ ഇത് കേട്ടിട്ട് പ്രാഹ പറഞ്ഞു. എന്താ പറഞ്ഞത്? തേജീയഫി, തേജസ്സുള്ളവരിൽ, തേജീയഫി തേജസ്സുള്ളവരിൽ, കൃതാഗഫി പാപം ചെയ്യുമ്പോൾ, ആഗഫ് പാപം, തേജസ്സുള്ളവരുടെ നേരെ പാപം ചെയ്യുന്നവരിൽ, ക്ഷേമായ തത്ര അഭൂയ ന പ്രായേണ ബുഭൂഷത. ബുഭൂഷതാം ഉയരാൻ ആഗ്രഹിക്കുന്നവർ, ഭൂഷതാം ഉയരാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക്, മേൽഗതി ആഗ്രഹിക്കുന്നവർക്ക്, പ്രായേണ മിക്കവാറും, തത്ര അതിൽ, ക്ഷേമത്തിനായിട്ട് ന ഭൂയാത് ഭവിക്കയില്ല. പ്രായണ ലോകത്തില് ഇതൊരു നിത്യ അനുഭവമാണ്. മഹാന്മാർ അപരാധം ചെയ്തിരുന്നാൽ കൂടി അവരിൽ അപരാധം ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആർക്കും ആഗ്രഹം സാധിക്കുമെന്ന് മാത്രമല്ല, ക്ഷേമം ഉണ്ടാവുകയില്ല. ഇത് ലോകത്തിൽ സംഭവിക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് തേജഫി കൃതാഗഫി, തേജസ്സുള്ളവരിൽ പാപം ചെയ്യുന്നത്, തത്ര ക്ഷേമായ ഭൂ, അത് ക്ഷേമത്തിനായിട്ട് ഭവിക്കില്ല. ന ഭൂയാത്, ഉയരാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഉയർച്ച ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ദേവന്മാർ പറഞ്ഞു കേട്ടിട്ട് അവരോട് കൽപ്പിക്കാൻ അധികാരമുള്ള ഭഗവാനായ ബ്രഹ്മാവ് പറഞ്ഞത്, പരമശിവനെ പോലെയുള്ള മഹാന്മാരിൽ ഇങ്ങനെ അപരാധം ചെയ്യുന്നവര് ആരാണെങ്കിൽ അവർക്ക് ആഗ്രഹം സാധിക്കില്ല എന്ന് മാത്രമല്ല, ക്ഷേമം ഉണ്ടാവുകയില്ല, സ്വന്തം നാശത്തിന് കാരണമായി തീരുകയും ചെയ്യും. ദക്ഷൻ നല്ല തേജസ്വിയായ പരമശിവനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നശിച്ചത് ദക്ഷൻ തന്നെയാണ്. പരമശിവനൊന്നും പറ്റിയില്ല. നല്ല തേജസ്സുള്ള പുണ്യാത്മാക്കളായ മഹാപുരുഷന്മാരെ നശിപ്പിക്കണമെന്ന് ആരെങ്കിലും ശ്രമിച്ചാൽ ഇതായിരിക്കും ഫലം എന്ന് ഈ കഥാംശത്തെ ഉദാഹരിച്ചുകൊണ്ട് നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്. തദാകർണ വിഭുപ്രാഹ തേജീയഫി കൃതാഗഫി ക്ഷേമായ തത്ര ഭൂയാൻ ന പ്രായേണ ബുഭൂഷതാം. വിഭുഃ തദാകർണ്യ പ്രാഹ തേജീയഫി കൃതാഗഫി ബുഭൂഷതാം പ്രായേണ തത്ര ക്ഷേമായ ന ഭൂയാത്. തദാകർണ്യ വിഭുപ്രാഹ തേജീയഫി കൃതാഗഫി ക്ഷേമായ തത്ര ഭൂയാൻ ന പ്രായേണ ബുഭൂഷതാം. തദാകർണ്യ വിഭുപ്രാഹ തേജീയഫി കൃതാഗഫി ക്ഷേമായ തത്ര ഭൂയാൻ ന പ്രായേണ ബുഭൂഷതാം. അഥാപയൂയം കൃതകിൽബിഷാംഭവം ബർഹിഷോ ഭാഗഭാജം പരാതു പ്രസാദയത്വം പരിശുദ്ധചേതസാക്ഷിപ്രസാദം ഗൃഹീതഘ്രിപത്നം. അഥാപി എന്നാലും, യൂയം നിങ്ങൾ,
കൃതകിൽബിഷ, പാപം ചെയ്തവരാണ്. കൃതമായ കിൽബിഷത്തോട് കൂടിയവരായ നിങ്ങൾ ഭവനെ, പരമശിവനെ, ആരാണോ ബർഹിഷോ ഭാഗഭാജം പരാതു, ബർഹിഷ യജ്ഞത്തിൻ്റെ, ബർഹിഷ് യജ്ഞം, ബർഹിഷ യജ്ഞത്തിൻ്റെ, ഭാഗഭാജം യജ്ഞത്തിൻ്റെ ഭാഗത്തെ ഭജിക്കുന്ന, യജ്ഞത്തിൻ്റെ ഭാഗത്തെ സ്വീകരിക്കാൻ അർഹതയുള്ളവനായ പരമശിവനെ, ബർഹിഷു ഭാഗഭാജം ഭവം, ബർഹിഷിൻ്റെ യജ്ഞത്തിൻ്റെ ഭാഗം അനുഭവിക്കാൻ കഴിയുന്നവനായ പരമശിവനെയും നിങ്ങൾ യൂയം കൃതകിൽബിഷാഹ അഭി, അപരാധം ചെയ്തവരാണെങ്കിലും നിങ്ങൾ പരാതു, നിങ്ങൾ ദുഃഖിപ്പിക്കുന്നവരായി തീർന്നിരിക്കുന്നു. അതെങ്ങനെയാണ്? പ്രസാദയത്വം പരിശുദ്ധ ചേതസ, പരിശുദ്ധമായ മനസ്സോടുകൂടി പ്രസാദയത്വം, പ്രസാദിപ്പിക്കൂ, ക്ഷിപ്രപ്രസാദം ഭവം, പരമശിവൻ ക്ഷിപ്രകോപിയുമാണ്, ക്ഷിപ്രപ്രസാദിയും. പരമശിവൻ മാത്രമല്ല, ഇത് ജനങ്ങളുടെ ഒരു സാധാരണ സ്വഭാവമാണ്. പെട്ടെന്ന് കോപിക്കുന്നവരൊക്കെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദന്മാരുമാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ പ്രഗൃഹീത അംഘ്രിപത്മം, അംഘ്രിപത്മം കാൽപാദങ്ങളെ പ്രസാദയത്വം, പ്രസാദിപ്പിക്കൂ, ത്യാഗത്തിന്റെ ഭാഗം നൽകി ആദരിക്കേണ്ട ശിവനെ നിങ്ങൾ നിരാകരിച്ചു. അഥാപയൂയം കൃതകിൽബിഷ, എന്നാലും നിങ്ങൾ പാപം ചെയ്തവർ തന്നെയാണ്. ബർഹിഷു ഭാഗഭാജം ഭവം പരാതു, യജ്ഞത്തിന്റെ ഭാഗം ഭജിക്കുന്നവനായ പരമശിവനെ നിങ്ങൾ നിരാകരിച്ചു, പരാതുഹു, മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് പരിശുദ്ധമായ ചേതസ്സോടുകൂടി ക്ഷിപ്രപ്രസാദിയായ ഭഗവാന്റെ പാദപത്മത്തെ വീണ് നമസ്കരിച്ചിട്ട് പ്രസാദേത്വം, അദ്ദേഹത്തെ ഒന്ന് പ്രസാദിപ്പിക്കൂ. ഇതേ ഉള്ളൂ അതിന് വഴി. അഥാപയൂയം കൃതകിൽബിഷാഭവം ബർഹിഷോ ഭാഗഭാജം പരാദോ, പ്രസാദേധ്വം പരിശുദ്ധചേതസാം ക്ഷിപ്രപ്രസാദം പ്രഗൃഹീതംഘ്രിപത്മം. ബർഹിഷഃ ഭാഗഭാജം ഭവം പരാദുഃ യൂയം കൃതകിൽബിഷാഃ അപി പരിശുദ്ധചേതസാം പ്രഗൃഹീതംഘ്രിപത്മം ക്ഷിപ്രപ്രസാദം ഭവം പ്രസാദേത്വം. അഥാപയൂയം കൃതകിൽബിഷാഭവം ബർഹിഷോ ഭാഗഭാജം പരാദോ, പ്രസാദയത്വം പരിശുദ്ധചേതസാ ക്ഷിപ്രപ്രസാദം പ്രഗൃഹീതംഘ്രിപത്മം. അഥാപയൂയം കൃതകിൽബിഷാഭവം ബർഹിഷോ ഭാഗഭാജം പരാദോ, പ്രസാദേത്വം പരിശുദ്ധചേതസാ ക്ഷിപ്രപ്രസാദം പ്രഗൃഹീതംഘ്രിപത്മം. ആശാഭാനാജീവിതമധ്വരസ്യ ലോകസ്വപാലകുപിതേ നയസ്മിൻ തമാശുദേവം പ്രേയാവിഹീനം ക്ഷമാപയത്വം ഹൃദി വിദ്ധം ദുരുക്തൈഃ. ആശാഫാനാഹ, ആഗ്രഹിക്കുന്ന നിങ്ങൾ, ആശാഫാനഹ ആഗ്രഹിക്കുന്ന യൂയം നിങ്ങൾ, ജീവിതം അധ്വരസ്യ
അധ്വരഫ്യ ജീവിതം, യജ്ഞത്തിന്റെ പുനരുത്ഥാനത്തെ, യജ്ഞത്തെ നശിപ്പിച്ചു, ഇനി അതിന് ജീവിതമില്ല. യജ്ഞത്തിന്റെ ജീവിതത്തെ ഒന്നുകൂടി പുനരുദ്ധരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, യജ്ഞം വീണ്ടും പൂർത്തിയാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. യജ്ഞം പൂർത്തിയാക്കാതെ അവിടെ തീർന്നാണ്, മുഴുവനായില്ലല്ലോ, വിധി മുഴുവനും ആയില്ല. അതിനിടയ്ക്കാണ് ഇവർ വന്ന് യാഗം കലക്കി എല്ലാം അവർ പോയത്. അതുകൊണ്ട് മുടങ്ങിപ്പോയ യാഗത്തെ നിങ്ങൾ പൂർണ്ണമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആശാഫാന ജീവിതം അധ്വരഫ്യ, അധ്വരഫ്യ ജീവിതം ആശാഫാന. ലോകഃ അപാല കുപിതേ നയഃ, പാലന്മാരോട് കൂടിയ ലോകങ്ങൾ, ലോകപാലന്മാരോട് കൂടിയ ഈ ലോകം യസ്മിൻ കുപിതേ, യാതൊരാൾ കോപിച്ചാൽ തം ആശുദേവം പ്രിയാവിഹീനം, ആ ദേവനെ പ്രിയവിഹീനം, പത്നി നഷ്ടപ്പെട്ടവനായ ആ ദേവനെ, പതിദേവി ദഹിച്ചു പോയല്ലോ, അങ്ങനെ പ്രിയവിഹീനം തം ദേവം ആശു പെട്ടെന്ന് ക്ഷമാപയത്വം, ക്ഷമായാചന ചെയ്ത് പ്രസാദിപ്പിക്കും. ഹൃദി വിദ്ധം ദുരുക്തേ, ദുഷ്ടവാക്കുകൾ കൊണ്ട് ഹൃദയത്തിൽ ഉണ്ടായ ആ മുറിവിനെ, വിദ്ധം വേർപ്പെടുത്തിയ, മുറിവ് എന്ന് വെച്ചാൽ 2 കഷ്ണങ്ങളാക്കുക, വേർപ്പെടുത്തുക. എന്തുകൊണ്ടാണ്? ആയുധം കൊണ്ടല്ല, ശരീരത്തിനുമല്ല. ദുഷ്ടവാക്കുകളെ കൊണ്ട് ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചു. അങ്ങനെയുള്ള ആ പരമശിവനോട് നിങ്ങൾ ചെന്ന് ക്ഷമ യാചിക്കുവിൻ. ഇതാണ് ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞ മറുപടി. പരമശിവൻ കോപിച്ചു കഴിഞ്ഞാൽ ലോകവും ലോകപാലന്മാരും നിമിഷം കൊണ്ടില്ലാണ്ടാകും. അങ്ങനെ ദേവൻ കോപിച്ചിരിക്കുമ്പോൾ യാഗസമ്പൂർത്തി വരുമെന്ന് ശങ്കിക്കണ്ട. നിങ്ങളുടെ പ്രവൃത്തി ഹൃദയത്തിൽ ദക്ഷന്റെ ധിക്കാരം നിമിത്തം പ്രിയപത്നിയുടെ ആശമുണ്ടായി, ദുർവാക്കുകൾ കൊണ്ട് ഹൃദയത്തിൽ മുറിവേറ്റു. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന പരമശിവനെ നിങ്ങൾ എത്രയും വേഗം നിന്ന് ക്ഷമാപനപൂർവം പ്രസാദിപ്പിക്കുക. ഇതേ ഉള്ളൂ ഇതിനുള്ള വഴി. ആശാഫാനാജീവിതമധ്വരഫ്യാം ലോകഫപാലകുപിതേന യസ്മിൻ തമാശുദേവം പ്രേയാവിഹീനം ക്ഷമാപയത്വം ഹൃദി വിദ്ധം ദുരുക്തേ. യസ്മിൻ കുപിതേ ഫപാലഃ ലോകഃ ന ഭവതി പ്രേയാവിഹീനം ദുരുക്തൈഃ ഹൃദി വിദ്ധം തം ദേവം അധ്വരഫ്യ ജീവിതം ആശാഫാനാഃ യൂയം ആശു ക്ഷമാപയത്വം. ആശാഫാനാജീവിതമധ്വരഫ്യാം ലോകഫപാലകുപിതേന യസ്മിൻ തമാശുദേവം പ്രേയാവിഹീനം ക്ഷമാപയത്വം ഹൃദി വിദ്ധം ദുരുക്തൈ. ആശാഫാനാജീവിതമധ്വരഫ്യാം ലോകഫപാലകുപിതേന യസ്മിൻ തമാശുദേവം പ്രേയാവിഹീനം ക്ഷമാപയത്വം ഹൃദി വിദ്ധം ദുരുക്തൈ. നാഹം ന യജ്ഞോ ന യൂയമന്യേ യേ ദേഹഭാജോ മുനേശ്ച തത്വം വിദു പ്രമാണം ബലവീരയോർവാ യസ്യാത്മതന്ത്രസ്യ ക ഉപായം വിധിത്സേത്. നാഹം ന യജ്ഞോ ന ച യൂയം അന്യേ, ഞാനോ യജ്ഞൻ ഇന്ദ്രനാണ്, യൂയം നിങ്ങളും, അന്യേ ഏ ദേഹഭാജാഹ ബാക്കി ശരീരം സ്വീകരിച്ചവരൊക്കെയായ മുനിമാരും, അന്യേച്ച
ഏ ദേഹഭാജ മുനേഹ ച മുനിമാരും ആത്മതന്ത്രഫ്യാം യഫ്യ തത്വം. ആത്മതന്ത്രനായ ഭഗവാന്റെ തത്വത്തെ ബലവീര്യയോ പ്രമാണം വാ. ശക്തിയും വീര്യവും അതിന്റെ അളവിനെയും നവിദുഹു അറിയുന്നില്ല. കഹ യാതൊരുവനാണോ ഉപായത്തെ വിധിൽഫ്യേ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതും ആരാണോ പർവ്വത്തിന്റെയും അധിപതിയായിരിക്കുന്ന ഭഗവാന് എല്ലാ വിഘ്നങ്ങളും തീർത്ത് പരിസമാപ്തി ഉണ്ടാവാനുള്ള ഒരു വഴി ഉപദേശിച്ചു തരണം എന്നുള്ള ദേവഗണങ്ങളുടെ പ്രാർത്ഥന അറിഞ്ഞവനായ ബ്രഹ്മദേവനാണ് പറയുക. ബ്രഹ്മദേവനോ ദേവന്മാർ ചെന്ന് ആവശ്യപ്പെട്ട ഇത് തന്നെയാണ്. ഈ യജ്ഞം പൂർത്തിയാക്കാനുള്ള ഉപായം എന്താണ് എന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പ പറഞ്ഞു, ഞാനാകട്ടെ യജ്ഞൻ എന്ന പേരുള്ള ഈ മന്വന്തരത്തിലെ ദേവേന്ദ്രനാവട്ടെ. ഓരോ മന്വന്തരത്തിലും ഇന്ദ്രന്മാർ മാറും, പേരും മാറും. അങ്ങനെ ഈ മന്വന്തരത്തിലെ ഇന്ദ്രന്റെ പേര് യജ്ഞൻ എന്നാണ്. അതുകൊണ്ട് അഹം യജ്ഞോ യൂയം അന്യേച, ഞാനോ അല്ലെങ്കിൽ യജ്ഞൻ എന്ന പേരായ ഇന്ദ്രനോ നിങ്ങളോ ആകട്ടെ മുനിമാരുമാകട്ടെ ആരെങ്കിലും ആകട്ടെ ദേഹഭാജോ ഏ ശരീരം ആശ്രയിച്ചിരിക്കുന്നവരായ ഏതു മനുഷ്യരാകട്ടെ മുനേശ്ച മുനിമാരുമാകട്ടെ അവരൊക്കെ പരമശിവന്റെ ബലവീര്യാദികളായ ഗുണങ്ങൾ അതിൻ്റെ അവധിയോ അറിയുന്നവരല്ല. വിദുപ്രമാണം ബലവീര്യയോർ വാ, ആ ഭഗവാന്റെ ബലവീര്യങ്ങളോ അളവ് പ്രമാണമോ ന വിദുഹു അറിയുന്നില്ല. യഫ്യ ആത്മതന്ത്രഫ്യക ഉപായം വിധിൽസേത്, ആ ശിവകോപത്തിനുള്ള പരിഹാര മാർഗം എന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ച് തിട്ടപ്പെടുത്തുമോ? പരമശിവന്റെ പ്രസാദം കൊണ്ട് മാത്രമല്ലാതെ മറ്റുപായം കൊണ്ടും യാഗപരിസമാപ്തി വരുത്തുവാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു അവർ. അതുകൊണ്ടാണ് ഞാനോ യജ്ഞനോ നിങ്ങളോ മറ്റാരെങ്കിലുമോ ശരീരമുള്ളവരോ മുനിമാരോ ആകട്ടെ തത്വത്തെ അറിയുന്നില്ല, ന വിദുഹു അറിയുന്നില്ല. ബലവീര്യോഹോ പ്രമാണം വാ, ബലവീര്യങ്ങളും പ്രമാണവുമാകട്ടെ യഫ്യ ആത്മതന്ത്രസ്വരൂപനായ ഭഗവാനെ കൗപായ വിധിൽസേത്, എന്തുപായമാണ് നിശ്ചയിക്കേണ്ടത്? ശിവന്റെ പ്രസാദമല്ലാതെ മറ്റുപായം കൊണ്ടും പരിസമാപ്തി വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം യജ്ഞം പുനരുദ്ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടി പരമശിവന്റെ അടുത്തേക്ക് തന്നെ പോയിക്കോളൂ. നാഹം ന യജ്ഞോ ന യൂയമന്യേ ഏ ദേഹഭാജോ മനേശ്ചതത്വം വിദുപ്രമാണം ബലവീരയോർവാം യഫ്യാത്മതന്ത്രസ്യ ക ഉപായം വിധിൽസോ. അഹം യജ്ഞഃ യൂയം അന്യേ ഏ ദേഹഭാജഃ മുനേഃ ച ആത്മതന്ത്രസ്യ യഫ്യ തത്വം ബലവീര്യോ പ്രമാണം വാ ന വിദുഃ കഃ ഉപായം വിധിൽസേത്. നാഹം ന യജ്ഞോ ന ച യൂയമന്യേ ഏ ദേഹഭാജോ മനേശ്ചതത്വം വിദുപ്രമാണം ബലവീരയോർവാം യഫ്യാത്മതന്ത്രസ്യ കൗപായം വിധിൽസേത്. നാഹം ന യജ്ഞോ ന ച യൂയമന്യേ
ഏ ദേഹഭാജോ മുനയശ്ച തത്വം വിദുപ്രമാണം ബലവീതയോ വാം യസ്യാത്തതന്ത്രഫ്യക ഉപായം വിധിൽഫേത്. അതുകൊണ്ട് ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് പരമശിവനെ തന്നെ ശരണം പ്രാപിക്കൂ, അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന്. ഇനി ബാക്കി ഇടയ്ക്കുള്ളൊരു കഥ മൈത്രേയൻ പറയുകയാണ്. ഫൈത്തമാദിശുരാനജസ്തൈ ഫമന്യുതപിതൃഭി സ്വപ്രജേശൈ യയോപധിഷ്ണ്യാ നിലയം പുരദ്ദുഷ കൈലാസമദ്രിപ്രവരം പ്രിയം പ്രഭോ. ഫഹ യുദ്ധം ആദിശ്യ, ആ ബ്രഹ്മാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുരാൻ അജഹ തൈഹി, യുദ്ധം പുരാൻ ആദിശ്യ, ആ ബ്രഹ്മാവ് ഇങ്ങനെ ദേവന്മാരോട് പറഞ്ഞിട്ട് അജഹ ആജൻ തൈഹി സമന്വിത, അവരോടൊപ്പം പിതൃഭിഹി, പിതൃക്കളോടൊപ്പം സ്വപ്രജേശൈഹി, പ്രജേശന്മാരോടൊപ്പം പ്രജാപതിമാരോടൊപ്പം യയവും പോയി. സ്വധിഷ്ണ്യാത്, സ്വന്തം ആസ്ഥാനത്ത് നിന്നും പുരദ്വിഷ നിലയം, പുരദ്വേഷി ശിവൻ, പുരദ്വിഷ മുപ്പുരന്മാരെ വിദ്വേഷിച്ചവനായ ശിവൻ, ശിവന്റെ നിലയം വാസസ്ഥാനത്തേക്ക് യയവും പോയി. കൈലാസം അദ്രിപ്രവരം പ്രിയം പ്രഭു, പ്രഭുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കൈലാസമെന്ന അദ്രിപ്രവരം. അവിടേക്കാണ് ഇവർ യാത്രയായത്. ഇവരെല്ലാം പരമേശ്വരനെ കാണാൻ കൈലാസത്തിലെത്തി. ഫൈദ്ധമാദിശുരാനജസ്തൈ പവന്വിതപിതൃഭിഃ സ്വപ്രജേശൈ യയോ സ്വധിഷ്ണ്യാന്നിലയം പുരദ്ദുഷ കൈലാസമദ്രിപ്രവരം പ്രിയം പ്രഭോ. ഫുരാൻ യുദ്ധം ആദിശ്യ സ്വപ്രദേശേഃ തൈഃ പിതൃഭിഃ പമന്യുതഃ സ അജഃ സ്വധിഷ്ണ്യാത് പുരദ്ദുഷഃ പ്രഭോഃ പ്രിയം നിലയം യയൗ പോയി എന്നർത്ഥം. ഫൈത്തമാദിശ്യ പുരാനജസ്തൈ പമന്യുതപിതൃഭിഃ സ്വപ്രജേശൈ യയൗ സ്വധിഷ്ണ്യാൻ നിലയം പുരദ്ദുഷ കൈലാസമദ്രിപ്രവരം പ്രിയം പ്രഭോ. ഫൈദ്ധമാദിശ്യ പുരാനജസ്തൈ പമന്യുതപിതൃഭിഃ സ്വപ്രജേശൈ യയോ സ്വധിഷ്ണ്യാൻ നിലയം പുരദ്ദുഷ കൈലാസമദ്രിപ്രവരം പ്രിയം പ്രഭോ. ഫൈദ്ധമാദിശ്യ പുരാനജസ്തൈ പമന്യുതപിതൃഭിഃ സ്വപ്രജേശൈ യയോ സ്വധിഷ്ണ്യാൻ നിലയം പുരദ്ദുഷ കൈലാസമദ്രിപ്രവരം പ്രിയം പ്രഭോ. ഇങ്ങനെ ബ്രഹ്മാവും വിഷ്ണുവും എല്ലാം കൂടി കൈലാസത്തിലേക്ക് എത്തി എന്ന് വർണ്ണിച്ചുകൊണ്ട് മൈത്രേയൻ ബാക്കി കഥയിലേക്ക് കടക്കുകയാണ്. നമുക്കും ബാക്കി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. നമ്മുടെ സമയം ഏതാണ്ടായിരിക്കുന്നു. ഇനിയും ഉപസംഹാരത്തിന് ശേഷം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.